വാസിഷ്ഠത്തിലൊരു കഥയുണ്ട്. പുണ്യനെന്നും പുണ്യപാവനന്മാരുടെ കഥ. ഒരച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു, പുണ്യനെന്നും പാവനനെന്നും. അദ്ദേഹം വളരെ കാലം ജീവിച്ചു, സ്വസ്ഥനായിട്ട് ജീവിച്ചു. ഈ തത്വമൊക്കെ അദ്ദേഹത്തിന് പിടികിട്ടി. അദ്ദേഹം മരിച്ചു. ഇതിൽ ഈ പുണ്യൻ അച്ഛനിൽ നിന്നും തത്വോപദേശമൊക്കെ വാങ്ങി നല്ല ഉറപ്പുള്ളവനായിരുന്നു. പാവനന് അത്രയും ഉറപ്പ് വന്നില്ല. അപ്പോൾ അച്ഛൻ മരിച്ചു. പുണ്യൻ അല്പവും ദുഃഖിച്ചില്ല. എന്നുവെച്ചാൽ മരിക്കും, ഇപ്പം എന്ത് ചെയ്യാൻ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും സാരമില്ല. ഇത് ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരിച്ചേ പറ്റൂ, മരിച്ചാൽ ജനിച്ചേ പറ്റൂ. അത് പറഞ്ഞാൽ നാമരൂപങ്ങളുടെ മാറ്റമാണ്. ഒരു രൂപം പോയാൽ മറ്റൊരു രൂപം ഉണ്ടായേ പറ്റൂ. ഇതൊക്കെ പുണ്യനറിയാമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മരിച്ചപ്പോൾ പുണ്യൻ അശേഷം ദുഃഖിച്ചില്ല. അച്ഛന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്തു. പാവനന് അത്രയും ഉറപ്പ് വന്നില്ല. അയാളെന്ത് ചെയ്തു? അച്ഛൻ മരിച്ചപ്പോൾ നെഞ്ചത്തടിച്ചു, വാവിട്ട് നിലവിളിച്ചു, വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ഒരു വിജന സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കരയുകയാണ്. പുണ്യനോ തന്റെ അച്ഛന്റെ ഉദകക്രിയകളൊക്കെ ചെയ്തു. അതൊരു തന്റെ ജോലി. ഒടുവിൽ അനുജനെ അന്വേഷിച്ചു പോയി. പാവനനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അയാൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാണ്. അപ്പോൾ ഈ പുണ്യൻ പറഞ്ഞു, അനിയ കഷ്ടം, നീ എന്തിനാ ഈ കരയുന്നത്? അച്ഛൻ എല്ലാവരെയും പോലെ നമ്മ വളർത്തി, നമുക്ക് വേണ്ടതൊക്കെ തന്നു. അച്ഛൻ വയസ്സായി, സ്വാഭാവികമായി അച്ഛൻ മരിച്ചു, ശരീരം ഉപേക്ഷിച്ചു. അതിന് നീ കരയുന്നതെന്തിനാ? അനിയ, അച്ഛൻ തന്നെ ഈ തത്വമൊക്കെ നമ്മെ പഠിപ്പിച്ചതല്ലേ? കരയുന്നത് മഹാമഠയത്വമല്ലേ? ജനിച്ചാൽ മരിച്ചല്ലേ പറ്റൂ. അങ്ങനെ പാവനന് ഈ തത്വമൊക്കെ ഉപദേശിച്ച് അവനെ ശാന്തനാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ.